Good morning all, welcome to computer class. നമ്മൾ 4th ന്റെ കമ്പ്യൂട്ടറിലാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. 4th ന്റെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? 4th ന്റെ 4th ചാപ്റ്റർ ആണ് എഡിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ MS Word എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. In the previous class we have learned about some of the basic features of MS Word. MS Word ന്റെ ചില basic features ആണ് മുമ്പ് നമ്മൾ നോക്കിയത്. We know how to start MS Word, how to create and save a document and how to open an already saved document. അതായത് എങ്ങനെയാണ് MS Word സ്റ്റാർട്ട് ചെയ്യുക, അതിൽ എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യുക, ഇനി സേവ് ചെയ്ത ഡോക്യുമെന്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇതൊക്കെ നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ട്. ഇനി ലെറ്റ് us learn how to edit in MS Word. MS Wordൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് നോക്കാം. എഡിറ്റിംഗ് മീൻസ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ അവർ ടെക്സ്റ്റ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കുന്നതിനെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. MS Word provides us some tools to edit text. MS Word എന്ത് ചെയ്യുന്നുണ്ട്? എഡിറ്റ് ചെയ്യാനായിട്ട് ചില ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് എന്താ നോക്കാം. സെലക്ടിംഗ് ടെക്സ്റ്റ്. We need to select the text on which we want to apply editing tools. നമുക്ക് എവിടെയാണോ എഡിറ്റിംഗ് ടൂൾസ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ആ ഭാഗം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് ആ ഭാഗത്തുള്ള ടെക്സ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ടെക്സ്റ്റ് ക്യാൻ ബി സെലക്ടഡ് യൂസിങ് എ മൗസ് ഓർ എ കീബോർഡ്. നമുക്ക് കീബോർഡ് ഉപയോഗിച്ചോ മൗസ് ഉപയോഗിച്ചോ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ടിങ് ടെക്സ്റ്റ് യൂസിങ് എ മൗസ്. മൗസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ടു സെലക്ട് ടെക്സ്റ്റ് യൂസിങ് എ മൗസ് the steps are as follows. താഴെ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. സ്റ്റെപ്പ് 1, place the cursor to the left of the first character to be selected. നമുക്ക് സെലക്ട് ചെയ്യേണ്ട ടെക്സ്റ്റുകളുടെ ഫസ്റ്റ് ക്യാരക്ടറിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യുക? മൗസ് ഉപയോഗിച്ച് കേഴ്സറിനെ കൊണ്ട് വെക്കുക. അതായത് ഇപ്പോൾ ഒരു വേർഡ് ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. എൻ്റെ ലെഫ്റ്റ് പാർട്ട് ഏതാണ്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങും. ഒരു പാര തുടങ്ങുകയാണ്. ഈ പാരയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പാരയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ്, നമ്മുടെ നോർമൽ ഫോൺസ് ABCD അങ്ങനെ ഏതെങ്കിലും ഒരു ഫോൺസ്, അത് തുടങ്ങുന്നതിന് ലെഫ്റ്റിൽ ഫസ്റ്റത്തെ ക്യാരക്ടറിന് ലെഫ്റ്റിൽ കൊണ്ടുപോയി കേഴ്സർ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 2 ഫോളോ ചെയ്യണം. എന്താണ് സ്റ്റെപ്പ് 2? പ്രസ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ ആൻഡ് കീപ് ഇറ്റ് പ്രസ്ഡ്. ലെഫ്റ്റ് മൗസ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം? അതിനെ കീപ് ഇറ്റ് പ്രസ് ചെയ്യണം. അത് വീണ്ടും പ്രസ് ചെയ്ത് അമർത്തി പിടിച്ചുകൊണ്ടിരിക്കുക. ഡ്രാഗ് ദ മൗസ് ടു എ പൊസിഷൻ where you want to stop selecting. എവിടെയാണോ നമുക്ക് സെലക്ഷൻ തീർക്കേണ്ടത്, സെലക്ടിങ് എന്ന് പറയുന്ന ഓപ്ഷൻ തീർക്കേണ്ടത്, എത്രത്തോളമാണോ നമുക്ക് സെലക്ട് ചെയ്യുന്നത് അതുവരെയും ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുക. ലാസ്റ്റത്തെ വേർഡ് വരെയും എന്ത് ചെയ്യുക? നമുക്ക് ആ പാരയുടെ എൻഡ് വരെയും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാൽ അവിടെ മാത്രമായി സെലക്ട് ആവും. Then the third step is release the mouse button. എന്നിട്ട് മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. Step 4, the selected text get ഹൈലൈറ്റഡ് ഇൻ ബ്ലൂ കളറിൽ അത് ഹൈലൈറ്റ് ആയി കാണും. ഓക്കെ, അതിന് മേലെ ബ്ലൂ ഷാഡോ വന്നിട്ട് ഉണ്ടാവും. ഓക്കെ, ടെക്സ്റ്റ് കാണുകയും ചെയ്യും, ബ്ലൂ ഷാഡോ മുകളിൽ ഉണ്ടാവുകയും ചെയ്യും. ആൻഡ് സെലക്ഷൻ ബാർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു സെലക്ട് ദ ടെക്സ്റ്റ്. സെലക്ഷൻ ബാർ ഉപയോഗിച്ചും എന്ത് ചെയ്യാം? നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. Selection bar is the space between the left edge of the page and the text margin. Text marginum ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ പേജിനും ഇടയിലാണ് ആരെ കാണുക? ഈ പറയുന്ന സെലക്ഷൻ ബാർ ഉണ്ടാവുക. ടു സെലക്ട് എ വേർഡ്, ഡബിൾ ക്ലിക്ക് ദ വേർഡ്. ഒരു വേർഡിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ആ വേർഡിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടു സെലക്ട് എ ലൈൻ ഓഫ് ടെക്സ്റ്റ്, ക്ലിക്ക് ദ സെലക്ഷൻ ബാർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ലൈൻ. അതായത് ഒരു ലൈൻ ഓഫ് ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ലിക്ക് ദ സെലക്ഷൻ ബാർ. സെലക്ഷൻ ബാറിനെ എവിടെ ക്ലിക്ക് ചെയ്യണം? ലൈനിന്റെ ലെഫ്റ്റില് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ടു സെലക്ട് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് ടെക്സ്റ്റ്, ഒന്നിൽ കൂടുതൽ ലൈൻസ് ഓഫ് ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ദ സെലക്ഷൻ ബാർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ലൈൻസ്. സെലക്ഷൻ ബാറിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ആ ലൈൻസിനെ ഫുള്ളായി ഡ്രാഗ് ചെയ്തെടുക്കുക. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ, മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തെടുത്ത പോലെ. ടു സെലക്ട് എ പാരാഗ്രാഫ്, ഡബിൾ ക്ലിക്ക് ദ സെലക്ഷൻ ബാർ ഓർ ട്രിപ്പിൾ ക്ലിക്ക് എനിവെയർ ഇൻ ദ പാരാഗ്രാഫ്. ഒരു പാരാഗ്രാഫിനെ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? സെലക്ഷൻ ബാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ക്ലിക്ക്, ആ പാരയുടെ എവിടെയെങ്കിലും ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്താവും?
അത് സെലക്ട് ആയിക്കോളും, ആ പാരാഗ്രാഫ് സെലക്ട് ആയിക്കോളും. ഇനി ടു സെലക്ട് എ സെന്റൻസ്, ഒരു സെന്റൻസ് എങ്ങനെ സെലക്ട് ചെയ്യാം? പ്രസ് ആൻഡ് ഹോൾഡ് കൺട്രോൾ ആൻഡ് ക്ലിക്ക് എനിവേർ ഇൻ ദ സെന്റൻസ്. ആ സെന്റൻസിന്റെ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യണം. എന്തില്? കൺട്രോളില്, CTRL എന്ന് പറയുന്ന കീയില് പ്രസ് ചെയ്ത ശേഷം എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് ക്ലിക്ക് എനിവേർ ഇൻ ദ സെന്റൻസ്. ടു സെലക്ട് ദ എൻറ്റയർ ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആയി സെലക്ട് ചെയ്യണമെങ്കിൽ ട്രിപ്പിൾ ക്ലിക്ക് ദ സെലക്ഷൻ ബാർ. അതിന് ആ ഡോക്യുമെന്റിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ല സെലക്ഷൻ ബാറിലാണ് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സെലക്ടിങ് ടെക്സ്റ്റ് യൂസിങ് എ കീബോർഡ്. ഇനി എങ്ങനെയാണ് കീബോർഡ് ഉപയോഗിച്ച് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക എന്നാണ് നോക്കുന്നത്. വി ക്യാൻ സെലക്ട് ടെക്സ്റ്റ് യൂസിങ് എ കീബോർഡ്. ഒരു കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് എന്തിനു സാധിക്കും? ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. വി പ്ലേസ് ദ കഴ്സർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ക്യാരക്ടർ ദാറ്റ് വി വിഷ് ടു സെലക്ട്. നമുക്ക് ഏതാണോ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന്റെ ഫസ്റ്റ് ക്യാരക്ടറിന് ലെഫ്റ്റ് പാർട്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കഴ്സർ കൊണ്ടുവയ്ക്കുന്നു. Then we use the following key combinations. അതിനുശേഷം നമ്മൾ താഴെ പറയുന്ന കീ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നു. ടു സെലക്ട് വൺ ക്യാരക്ടർ ടു ദ ലെഫ്റ്റ് പ്രസ് ഷിഫ്റ്റ്. ഒരു ക്യാരക്ടറിന്റെ ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഒരു ക്യാരക്ടറിന്റെ ലെഫ്റ്റിലോട്ട് സെലക്ട് ചെയ്യണം എന്നാണെങ്കിൽ, ഇടതുഭാഗത്തോട്ട് സെലക്ട് ചെയ്യണം എന്നാണെങ്കിൽ പ്രസ് ഷിഫ്റ്റ് പ്ലസ് ഷിഫ്റ്റ് അടിച്ച ശേഷം നമ്മൾ ഇടത്തോട്ട് മൂവ് ചെയ്യാനുള്ള ആരോ കീ ഉണ്ടാവുമല്ലോ, നമ്മുടെ എൻ്ററിനൊക്കെ താഴെയായിട്ട് കാണുന്ന കീ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഒന്നിച്ച് വേണം കൊടുക്കാൻ. ആൻഡ് ടു സെലക്ട് വൺ ക്യാരക്ടർ ടു ദ റൈറ്റ്, ക്യാരക്ടറിന് റൈറ്റിലോട്ട് സെലക്ട് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ റൈറ്റിലോട്ടുള്ള കീ പ്രസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ടു സെലക്ട് വൺ ലൈൻ അപ്പ്, ഒരു ലൈൻ മുകളിലോട്ട് സെലക്ട് ചെയ്യണം എന്നാണെങ്കിൽ എന്ത് ചെയ്യുക? പ്രസ് ഷിഫ്റ്റ് പ്ലസ് മുകളിലോട്ടുള്ള ആരോ കീ ഉണ്ടാവും, അത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഷിഫ്റ്റും മുകളിലോട്ടുള്ള കീയും ഒന്നിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ടു സെലക്ട് വൺ ലൈൻ ഡൗൺ, ഒരു ലൈന് താഴോട്ടാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺവേർഡ്സ് കീ, ഡൗൺവേർഡ്സ് കീയും ഷിഫ്റ്റും ഒന്നിച്ച് പ്രസ് ചെയ്യുക. ടു സെലക്ട് ടു ദ എൻഡ് ഓഫ് ദ കറന്റ് ലൈൻ പ്രസ് ഷിഫ്റ്റ് പ്ലസ് എൻഡ്. ഒരു ലൈനിന്റെ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ലൈനിന്റെ എൻഡ് വരെ നമുക്ക് സെലക്ട് ചെയ്യണം എന്നാണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ചെയ്യുക, അതിനെ കൂട്ടത്തിൽ എൻഡ് കൂടെ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. രണ്ടും ഒന്നിച്ച് പ്രസ് ചെയ്യുക. ആൻഡ് ടു സെലക്ട് ദ ബിഗിനിങ് ഓഫ് ദ കറന്റ് ലൈൻ, ഒരു ലൈനിന്റെ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ലൈനിന്റെ തുടക്കം, ബിഗിനിങ് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, അതിനെ കൂടുതൽ കൺട്രോൾ പ്ലസ് ചെയ്യുക. ആൻഡ് എന്ത് ചെയ്യുക? വേണ്ട, സോറി, ഷിഫ്റ്റും കൺട്രോളും അല്ല, ഷിഫ്റ്റും ഹോമും ചേർത്ത് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് പ്ലസ് ഹോം, ഷിഫ്റ്റും ഹോമും ഒന്നിച്ച് പ്രസ് ചെയ്താൽ എന്താവും? അത് സെലക്ട് ആയി കിട്ടും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ടു സെലക്ട് ദ എൻഡ് ഓഫ് ദ ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റിന്റെ എൻഡ് വരെ സെലക്ട് ചെയ്യണം. എൻഡ് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രസ് ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് എൻഡ്. എന്ത് ചെയ്യണം? ഷിഫ്റ്റും കൺട്രോളും എൻഡും ഒന്നിച്ച് പ്രസ് ചെയ്യണം. ടു സെലക്ട് ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെന്റ് പ്രസ്, ഡോക്യുമെന്റിന്റെ ബിഗിനിങ് തുടക്കം സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ ഹോം, ഷിഫ്റ്റും കൺട്രോളും ഹോമും ഒന്നിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ടു സെലക്ട് ദ എൻറ്റയർ ഡോക്യുമെന്റ്, പൂർണ്ണമായും ആ ഡോക്യുമെന്റിനെ, ദ ഹോൾ ഡോക്യുമെന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സെലക്ട് ചെയ്യണം എന്നാണെങ്കിൽ പ്രസ് കൺട്രോൾ പ്ലസ് എ, കൺട്രോളും എയും ഒന്നിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആയിട്ട് എന്താവും? സെലക്ട് ആവും. ഇനി എങ്ങനെയാണ് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുക? ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ്. സംടൈംസ് വി വാണ്ട് ടു ഇൻസേർട്ട് ന്യൂ ടെക്സ്റ്റ് ബിറ്റ്വീൻ എക്സിസ്റ്റിംഗ് ടെക്സ്റ്റ്. നമ്മൾ മുമ്പേ എടുത്തു വെച്ചിട്ടുള്ള, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള, തയ്യാറാക്കി വെച്ചിട്ടുള്ള ടെക്സ്റ്റിലോട്ട് പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. വി മേ റിക്വയർ ടു റീപ്ലേസ് ദ ഓൾഡ് ടെക്സ്റ്റ് വിത്ത് എ ന്യൂ വൺ. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓൾഡ് ടെക്സ്റ്റിലോട്ട് ഒരു പുതിയത് കടത്തേണ്ടി വരുമായിരിക്കാം. ബിഫോർ ഇൻസേർട്ടിംഗ് ഓർ ഓവർ ടൈപ്പിംഗ് ടെക്സ്റ്റ്, ഒരു ഒന്ന് അകത്തോട്ട് കടത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഓവർ ടൈപ്പ് ചെയ്യുന്നതിനോ മുമ്പായിട്ട് വി ഷുഡ് always check whether the insert or overtype mode is selected on the status bar. Status barൽ overtype മോഡും insert മോഡും സെലക്റ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അത് ചെയ്യാവൂ. To select insert or overtype mode, the steps are as follows. ഇനി insert mode അഥവാ overtype mode സെലക്ട് ചെയ്യാനായിട്ട് താഴെ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യണം കേട്ടോ. First one,
റൈറ്റ് ക്ലിക്ക് ദ സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിന് എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ദ കസ്റ്റമൈസ് സ്റ്റാറ്റസ് ബാർ മെനു അപ്പിയേഴ്സ്. അപ്പോൾ കസ്റ്റമൈസ് സ്റ്റാറ്റസ് ബാർ മെനു അവിടെ അപ്പിയർ ആവും. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ്, ക്ലിക്ക് ഓവർ ടൈപ്പ്. അതിൽ ഓവർ ടൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദ ഇൻസേർട്ട് ഓർ ഓവർ ടൈപ്പ് ബട്ടൺ കംസ് ഓൺ ദ സ്റ്റാറ്റസ് ബാർ. അപ്പൊ ഇൻസേർട്ട് അല്ലെങ്കിൽ ഓവർ ടൈപ്പ് ബട്ടൺ അവിടെ വന്നിട്ടുണ്ടാവും. Step 4, if the insert button is displayed on the status bar, if means that the insert mode is selected. If അവിടെ വന്നിരിക്കുന്നത് ഇൻസേർട്ട് ബട്ടൺ ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെങ്കിൽ, സ്റ്റാറ്റസ് ബാറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇൻസേർട്ട് ബട്ടൺ ആണെങ്കിൽ എന്താണ് അതിനർത്ഥം? ഇറ്റ് മീൻസ് ദാറ്റ് ദ ഇൻസേർട്ട് മോഡ് ഈസ് സെലക്ടഡ്. ഇൻസേർട്ട് മോഡ് ആണ് അവിടെ സെലക്ട് ആയിരിക്കുന്നത്. If the overtype button is displayed on the status bar, if അതിന് പകരം എന്താണ്? ഓവർ ടൈപ്പ് ആണ്, ഓവർ ടൈപ്പ് ബട്ടൺ ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെങ്കിൽ, എവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെങ്കിൽ സ്റ്റാറ്റസ് ബാറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇറ്റ് മീൻസ് ദ ഓവർ ടൈപ്പ് മോഡ് ഈസ് സെലക്ടഡ്. അവിടെ സെലക്ട് ആയിരിക്കുന്നത് ഓവർ ടൈപ്പ് മോഡ് ആണെന്നാണ് അർത്ഥം. ഇഫ് വി ക്ലിക്ക് ദ ഓവർ ടൈപ്പ് ബട്ടൺ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ഇൻസേർട്ട്. ഇനി ഓവർ ടൈപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് എന്തായി മാറും? ഇൻസേർട്ട് ആയി മാറുകയും ചെയ്യും. ഓക്കെ, ടു ഇൻസേർട്ട് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്, ഒരു ടെക്സ്റ്റിൽ ഒരു ഡോക്യുമെന്റിൽ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ the steps are follows. താഴെ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. നമ്മളിപ്പോ ഇൻസേർട്ട് ചെയ്യാൻ, ഡോക്യുമെന്റിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള രീതികൾ നോക്കുകയാണ്. ഫസ്റ്റ് വൺ, bring the cursor to the right of the character where new text is to be inserted. നമുക്ക് എവിടെയാണോ പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്, പുതിയ ടെക്സ്റ്റ് കൂട്ടിച്ചേർക്കേണ്ടത്, ആ ഭാഗത്ത്, അതിന് മുമ്പ് ഒരു ക്യാരക്ടർ ഉണ്ടാവുള്ളൂ, ആ ക്യാരക്ടറിന് റൈറ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് കഴ്സർ കൊണ്ട് വെക്കാം. അതിനുശേഷം സ്റ്റെപ്പ് 2, മേക്ക് ഷുവർ ദാറ്റ് ദ ഇൻസേർട്ട് മോഡ് ഈസ് സെലക്ടഡ്. അതിനുശേഷം ഇൻസേർട്ട് മോഡ് സെലക്ടഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ദ തേർഡ് സ്റ്റെപ്പ്, സ്റ്റാർട്ട് ടൈപ്പിംഗ് ദ ന്യൂ ടെക്സ്റ്റ് വെൻ ദ ന്യൂ ടെക്സ്റ്റ് ഈസ് ടൈപ്ഡ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പുതിയ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെൻ ദ ന്യൂ ടെക്സ്റ്റ് ഈസ് ടൈപ്ഡ് ദ എക്സിസ്റ്റിംഗ് ടെക്സ്റ്റ് മൂവ്സ് ടു ദ റൈറ്റ്. നമ്മൾ പുതിയ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് തുടങ്ങിയാൽ പഴയ മുമ്പ് നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ടെക്സ്റ്റ് എന്താവും? റൈറ്റിലോട്ട് മൂവ് ചെയ്ത് പോയിക്കോളും. നമ്മുടെ ആ സ്ഥലത്ത് നമ്മുടെ പുതിയ ടെക്സ്റ്റുകൾ ആഡ് ആയിക്കോളും. ഓക്കെ, ഇത്രയുമാണ് എന്താ ഇൻസേർട്ടിങ്ങും ഓവർ ടൈപ്പിങ്ങിലും പറയാനുള്ളത്. ഇനി ഓവർ ടൈപ്പിംഗ് പ്രത്യേകമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.